എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ചേനക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നാളികേരമൊന്നും വറുത്തരയ്ക്കാതെ തന്നെ നല്ല തിക്ക് ഗ്രേവിയോടുകൂടി നമുക്കിത് കറി തയ്യാറാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ആദ്യം നമ്മൾക്ക് വേണ്ടത് ചേനയാണ്. അപ്പം ഞാൻ ഒരു കഷ്ണം ചേന ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കരുത്, ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി അതിനകത്തേക്ക് നാളികേരത്തിൻ്റെ കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ചേന വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, അതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിൽ വേവിച്ചെടുക്കണമെങ്കിൽ ആവാട്ടോ. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന ചേന എളുപ്പം തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് മൺചട്ടിക്കകത്ത് തന്നെയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി സ്റ്റൗ ഓൺ ചെയ്തിട്ട് മൺചട്ടി സ്റ്റൗവിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂട് വന്നതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് സമയം എടുത്തില്ല, ഞാൻ പറഞ്ഞല്ലോ എളുപ്പം വെന്ത് കിട്ടുന്നതായതുകൊണ്ട് എനിക്കൊരു 6-7 മിനിറ്റിനുള്ളിൽ ചേന വെന്ത് കിട്ടി. ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോരുത്, ഈ ഒരു രീതിയിൽ എടുക്കണം കേട്ടോ. അപ്പോൾ കുക്കറിൽ എടുക്കുകയാണെങ്കിലും ആ ചേനയുടെ വേവ് നോക്കിയിട്ട് നിങ്ങൾ എടുക്കണം. ആ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് കാണാനൊന്നും അത്ര ഭംഗി ഉണ്ടാവില്ല. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മൺചട്ടിക്കകത്തുനിന്ന് ആ ചേന വെന്ത വെള്ളവും അതുപോലെ ചേനയും സെപ്പറേറ്റ് ആക്കി എടുക്കുക. ഞാൻ ഈ മൺചട്ടി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. അതിനകത്തേക്ക് ചെറിയുള്ളി എടുക്കുമ്പം അത്യാവശ്യം നല്ലോണം എടുക്കണം കേട്ടോ. ഇതൊരു 10-20 ചെറിയുള്ളിയോളം ഉണ്ട്. അത് വലിയതായതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ചെറിയുള്ളി അത്യാവശ്യം നല്ലപോലെ നമുക്ക് ഒന്ന് വാടി കിട്ടണം. അതായത് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, നല്ല കളറൊക്കെ നല്ലപോലെ മാറി വരണം കേട്ടോ. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തക്കാളി എടുക്കണ്ട കേട്ടോ. കുറച്ച് പഴുത്ത തക്കാളി നോക്കിയിട്ട് എടുക്കുക, അപ്പോൾ അത്ര പുളി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മുടെ ചാനലിൽ ചേന കൊണ്ടുള്ള റെസിപ്പീസ് ഇതിന് മുൻപും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് മല്ലിപ്പൊടി 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ കളറൊക്കെ നല്ല പോലെ മാറി വന്നിട്ടുണ്ട്. പൊടിയൊക്കെ അത്യാവശ്യം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ പാകം. ഈ ഒരു പാകത്തിന് തന്നെ എടുക്കുക. ഇനി ഇതിനകത്തേക്ക് പുളിവെള്ളം, ചേന എടുത്തിരിക്കുന്ന അളവനുസരിച്ച് പുളിവെള്ളവും കൂട്ടിയും കുറച്ചെടുക്കുക കേട്ടോ. ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി അതാണ് എടുത്തിരിക്കുന്നത്. അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റ് കൊണ്ട് പുളിയൊക്കെ നല്ലപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ. ഈ ഒരു സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ചെടുത്ത ചേന ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ചേന ഇതുപോലെ തന്നെ എടുക്കണം കേട്ടോ, കാരണം വെന്ത് അങ്ങ് കുഴഞ്ഞു പോരുത്, ഈ ഒരു രീതിയിൽ എടുക്കുക. പിന്നെ നാളികേരത്തിൻ്റെ നാളികേരം കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഈ ചേനക്കറി തയ്യാറാക്കിയെടുത്താൽ ഇടയ്ക്ക് കഴിക്കുമ്പം ആ നാളികേര കൊത്തൊക്കെ ഒന്ന് കടിക്കാനൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, സ്വാദാണ് കേട്ടോ. ചേർത്ത് കൊടുത്ത് നോക്കൂ, അങ്ങനെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. ഇനി ഇതിനകത്തേക്ക് ചേന വെന്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ചേന വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചധികം വെള്ളം ചേർത്ത് കൊടുക്കാമെന്ന്. ആ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി, വളരെ ഹെൽത്തിയാണ്. ഇനി വെള്ളം കുറച്ചും കൂടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുക്കറിൽ വെക്കുമ്പോഴും കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് വെള്ളം കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, നാളികേരമൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ലല്ലോ. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചേന വേവിക്കാൻ നേരത്തെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. പക്ഷേ പുളിവെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പം കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി, ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നേരം നല്ല പോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 6 മിനിറ്റെങ്കിലും നല്ല പോലെ തിളച്ച് കിട്ടണം കേട്ടോ. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചേനക്കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നാടൻ കറികളാണ് കൂടുതലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് കേട്ടോ. ചേനയൊന്നും വെന്തുടഞ്ഞു പോവാതെ എന്നാൽ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് നമ്മൾ കറി കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ഇരിക്കുമ്പം ഒന്നും കൂടി നല്ല തിക്കായിട്ട് വരും.
ഇനി ഇതാ കറിയുടെ സ്വാദും അതുപോലെ വാസനയൊക്കെ ഒന്നും കൂടി കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. വേണമെച്ചാൽ ഈ സമയത്ത് കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി സ്റ്റവിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി കറിയിലേക്ക് ഒന്ന് വറുത്തിടണം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതാ കറിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നാളികേരം ഒന്നും വറുത്തരയ്ക്കാതെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കറിയാണ്. ഇനി ചേന വാങ്ങുമ്പം എന്തായാലും ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുക വേണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.